ലങ്കൻ പുലികൾക്ക് ഇപ്പോഴും ദാഹിക്കുന്നു എന്നതിന്റെ പേരില് ആ ലങ്കൻ പുലികളുടെ രക്തദാഹവുമായി ശ്രീലങ്കൻ ഒറിജിനുമായി വന്ന് ഈ കേരളത്തെയും വിഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം ഒരു സമൂഹത്തെ. അവരാണ് ഈ സമൂഹത്തിന്റെ പ്രതിനിധികള്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റേതായി പാലക്കാട് നടത്തിയ പരിപാടി, തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാ. എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് ഇവരെ ഈ പറയുന്ന ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കുറേ കാലം അധ്യാപന വൃത്തി ചെയ്തു എന്നുകൊണ്ട് മാത്രം ആ ഒരു യോഗ്യത കിട്ടണമെന്നില്ല. എൻ്റെ ഒരു അറിവിൽ കുട്ടികൾക്കായാലും സമൂഹത്തിനായാലും നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അറിവിൻ്റെതായിട്ടുള്ള നല്ല വഴി തുറന്നു കൊടുക്കുന്നവരെയാണ് ഈ പറയുന്ന ഗുരുക്കളെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് വിഷം മാത്രം നാവെടുത്ത് ചീറ്റുന്ന ഒരാളെ ഈ പറയുന്ന ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തിന് പോലും മാനക്കേടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രോഗ്രാമിനകത്താണ് ഇതുപോലുള്ള ആക്ഷേപം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരെ ഉണ്ടാവുന്നതെന്ന്, വേടനെതിരെ ഉണ്ടാവുന്നതെന്ന് ആലോചിക്കുന്ന സമയത്ത് വേടൻ വെറും ഒരു സിമ്പലായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. അവർ പറഞ്ഞതിൽ ഭയങ്കരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള അധിക്ഷേപം നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെയൊക്കെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹിന്ദു ഐക്യവേദി പ്രവർത്തിക്കുന്ന എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിന്ദു എന്ന് പറയുന്ന മതത്തിൽ വിവിധമായിട്ടുള്ള ജാതികൾ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ജാതികളുടെയും ഈ പറയുന്ന ഒന്നിച്ചു ചേരൽ, ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള നൃത്തപ്പെടലുകളും ഇതെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ നേരെ പോകുക, അല്ലെങ്കിൽ അവർക്ക് ഉയർച്ച ഉണ്ടായി എല്ലാവരും ഒരു തരത്തിലേക്ക് സമ്മേളിക്കുക. ഇത്തരത്തിലാണ് ഈ പറയുന്ന ഹിന്ദു ഐക്യവേദി കൊണ്ടൊക്കെ പറയുന്ന കാര്യം. അതിലപ്പുറത്തേക്ക് എപ്പോഴാണ് ഈ പറയുന്ന കല ഓരോ ജാതിക്കും വേർതിരിച്ച് എന്നുള്ളൊരു സംഭവം അതിലേക്കാണ് ഇവർ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇന്ന സംഗീതം മാത്രമേ കേൾക്കാൻ പറ്റൂ, അവർക്ക് ഇന്നത് മാത്രമേ പാടാൻ കഴിയുമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് പണ്ട് രാമുവിന്റെ കാലത്ത് പറഞ്ഞിരുന്ന ഈ വൃത്തികേടുകൾ നടന്നിരുന്ന കാലത്തെക്കുറിച്ചാണ്. ആ നൂറ്റാണ്ടിലുള്ള ഒരു ഈ പറയുന്ന സവർണ മേധാവിത്വമുള്ള ഒരു സ്ത്രീ, അന്ന് പുരുഷന്മാരാണ് അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ സ്ത്രീകൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. അവർ അടുക്കളയിൽ മാത്രം ഈ പറയുന്ന ഒതുങ്ങിക്കൂടി വെളിയിലൊന്നും വരാൻ പോലും ഒരു തരത്തിലുള്ള ഇതുമില്ലാതിരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന നമ്പൂതിരി സ്ത്രീകളും മറ്റും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ. അവരെ അന്നത്തെ അത്രയും വൃത്തികേട് ചെയ്യുന്ന പുരുഷന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇവർ ഈ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. ഒരു സ്ത്രീ സംസാരിക്കുവാണ്. അതായത് വർഷങ്ങൾ പോയി, കാലം പോയി, ഹിന്ദു ഐക്യവേദി എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്തൊരു സ്ത്രീ. ഈ കേരള നവോത്ഥാനം ഹിന്ദു ഐക്യവേദിയിലൂടെ എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ സംഘടനയിലെയും ഈ ഏറ്റവും അതിൻ്റെ നേതാക്കളെ എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയെന്ന് പറയുന്നത്. അപ്പം അതിലിരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്ന സമയത്ത് ആരും അതിനെതിരെ സംസാരിച്ചില്ല എന്നുള്ളത് അതിനേക്കാളും അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. പണ്ട് കാലത്ത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ജാതീയമായിട്ടുള്ള കുറേ തിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ പറയുന്ന SC ST OBC പിന്നെ നായർ പിന്നെ അതിൻ്റെ മേലുള്ള നമ്പൂതിരികൾ ഇങ്ങനെ കുറേ തിരിച്ചങ്ങ് വെച്ചിരിക്കുകയാണല്ലോ. ഈ തിരിച്ചു വെച്ചിരിക്കുന്നവർക്ക് അന്നത്തെ കാലത്ത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഒഴിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് സംസ്കൃത ഭാഷയൊക്കെ ദേവഭാഷയായിട്ട് കണക്കാക്കിയിരുന്ന കാര്യം അതൊക്കെ ഈ താഴെ തട്ടിലുള്ള ആൾക്കാരായിട്ട്, അതായത് പണി ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാമല്ലോ, പുരയിടങ്ങളിലും മറ്റിടങ്ങളിലും വയലിലും ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ അവരെന്ത് ചെയ്തിരുന്നതെന്ന്, അവരുടെയൊക്കെ കുഞ്ഞുങ്ങളാണോ അബദ്ധവശ ഈ പറയുന്ന ഈ സംസ്കൃത ഭാഷ പഠിപ്പിക്കുന്ന സമയത്തോ ഇത് പറയുന്ന സമയത്തോ അവർ വല്ലതും കേട്ട് കഴിഞ്ഞാൽ അവരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതൊക്കെ നിന്നിരുന്നു എന്നുള്ള കാര്യം. അതിലപ്പുറത്തേക്ക് നമുക്കറിയാം ഈ പറയുന്ന കഥകളിയോ കൂടിയാട്ടമോ അല്ലെങ്കിൽ ഇതുപോലുള്ള കുറേ അധികം തുള്ളൽ പോലുള്ള എല്ലാ കലകളെയും ഈ പറയുന്ന ക്ഷേത്രകലകളായിട്ട് മാത്രം പരിഗണിച്ചുകൊണ്ട് അത് ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിലക്കുകളാണല്ലോ എപ്പോഴും ഈ പറയുന്ന കണക്ക് വിലക്കുകൾ കൊണ്ട് നേരിടേണ്ടി വന്ന ഒരു സമൂഹമാണല്ലോ താഴെ തട്ടിലുള്ളതെന്ന് പറയുന്നത്. അവർക്ക് എങ്ങും പ്രവേശനമില്ലല്ലോ. അപ്പം സവർണ മേധാവിത്വമുള്ള ആൾക്കാർക്ക് മാത്രം കാണേണ്ട കലകളായി മാറി വേർതിരിച്ചു പോയി ഇതെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സമയത്താണ് കുഞ്ചൻ നമ്പ്യാർ ഇങ്ങോട്ട് വന്നതെന്ന് ആലോചിച്ച് നോക്കണം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി. സവർണരായിട്ടുള്ള മേധാവിത്വം ഉണ്ടാക്കി വെച്ച ജമ്മിമാർ ഓരോ രാത്രികളിലും ഈ പറയുന്ന പാവങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി സംബന്ധം കൂടിയിരുന്ന് കുഞ്ഞുങ്ങളെ സമ്പാദിപ്പിച്ചു കൊടുക്കുന്ന ഒരു വേലത്തരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലുള്ള കലകളിലൂടെ തുള്ളലിലൂടെയൊക്കെ ഇതൊക്കെ പച്ചയ്ക്ക് അവരെ മുന്നിലിരുത്തിക്കൊണ്ട് വിളിച്ചു പറയുന്ന സമയത്ത് തിരിച്ചൊന്നും പറയാൻ പറ്റാതെ തലകുനിച്ച് എണീറ്റ് പോകേണ്ടി വന്ന നാണം കെട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായ ഒരു സമൂഹം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. കലയെ അത്ര രീതിക്ക് ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് പഠിപ്പിച്ചു തന്ന
ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു അന്നെന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്ന നവോത്ഥാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ്, പിന്നീട് വന്ന ഒരുപാട് നവോത്ഥാന നായരുടെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ അത്രയും വൃത്തികേടായി ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾക്ക് മാറ്റം സംഭവിച്ചത്. അതിന് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപതി ആരാണെന്ന് ശശികല എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അത് മാറ്റത്തിന്റെ ഒരു സിമ്പലാണെന്ന് പോലും പരിഗണിക്കുന്നില്ല എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാവർക്കും മനുഷ്യരാണ്, മനുഷ്യരുടെ സ്ഥാനം മാത്രം കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് ഇന്ന സംഗീതം, ഇന്ന ജാതിയിൽപ്പെട്ടവർ മാത്രം അഭ്യസിക്കേണ്ടതാണ് ഇന്ന കാര്യങ്ങൾ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. മന്ദബുദ്ധികളായിട്ടുള്ള വൃത്തികേട് മാത്രം നാവെടുത്തു കഴിഞ്ഞാൽ പറയുകയും പ്രവൃത്തി മാത്രം ചെയ്തുകൊണ്ടിരുന്ന കുറേയധികം ആൾക്കാർ. അവിടെ നിന്ന് ഒരുപാട് പുരോഗമനം സംഭവിച്ചു. ആ പുരോഗമന കാലത്തിന്റെ പാതയിലേക്കല്ല നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോയി മിണ്ടാതെ വായും പൂട്ടി ഇരിക്കുക എന്നതിലപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. അതിലപ്പുറത്തേക്ക് ഈ പറഞ്ഞ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഏത് പാട്ട് കേൾക്കണം, റാപ്പ് കേൾക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേടനത് പാടാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്കൊരു യോഗ്യതയില്ല. അത് ഓരോരുത്തരുടെയും പൗരാവകാശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്ത് സംസാരിക്കണം, നമ്മൾ എന്ത് പറയണം, എന്ത് പഠിക്കണം എന്നുള്ളത്. പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്കൃതം പഠിക്കാൻ പാടില്ല, സംസ്കൃതമല്ല വിദ്യാഭ്യാസമേ പാടില്ല താഴെ തട്ടിലുള്ള ആൾക്കാർക്ക്. ആ കാലമൊക്കെ പോയി. നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? പുരോഗമന കാലത്തിലേക്കല്ലേ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പിറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ ഇന്ന് 2025 വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലാതെ ഞങ്ങൾ നിൽക്കുന്നത് 1900-ലോ 1800-ലോ 1700-ലോ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പോയി നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അവരുടെ ഈ പറയുന്ന പട്ടികജാതി വിഭാഗത്തിന്റെ അല്ലെങ്കിൽ വർഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ഒരു പ്രോഗ്രാം ആണെന്ന് വെച്ചിട്ട് അവർക്കൊരു ഈ പറയുന്ന കലയുണ്ട്, അവരുടെ പൊതുകല, അതല്ലേ പാടേണ്ടത്, അത് മാത്രമല്ലേ അവർ ആടേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് വേടൻ ഉടുപ്പൂരി ഈ പറയുന്ന പൂർണ്ണ നഗ്നനായിട്ട് നിന്നുകൊണ്ടല്ല അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. പലതരത്തിലുള്ള കലകളുണ്ട്, പലതരത്തിലുള്ള മ്യൂസിക് നമുക്കറിയാം. സംഗീതം എന്ന് പറയുന്നത് ഈ പറയുന്ന കച്ചേരിയിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് അത്രയും ശാന്തമായി ഇരുന്നു കൊണ്ട് കേൾക്കുന്നത്. ഗസലും അതേ തരത്തിൽ തന്നെ ഏറ്റവും ശാന്തമായിട്ട് ഈ പറയുന്ന നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥ. അതിലപ്പുറത്തേക്ക് മെലഡി സോങ്സും നമ്മൾ അത്യാവശ്യം ഈ പറയുന്ന തലയാട്ടിക്കൊണ്ട് ഒരു പക്ഷെ കേട്ടും അതിനെ ആസ്വദിക്കുന്ന ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അപ്പുറത്തേക്ക് അടിച്ചുപൊളി പാട്ടുകൾ എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് എത്തിയായിരുന്നു കുറേ കാലങ്ങൾക്ക് മുൻപ് തന്നെ. ആ സമയത്ത് ആൾക്കാർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഡാൻസ് കളിക്കാൻ തുടങ്ങി, നമുക്കറിയുന്ന കാര്യമാണ്. പിന്നീട് ഈ പറയുന്ന റാപ്പ് ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം വന്നതിന് ശേഷം ആൾക്കാർ അവരുടെ സന്തോഷ പ്രകടനം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. കുട്ടികൾ അതിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കോളേജുകളിലെ പ്രോഗ്രാംസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കോളേജുകളിൽ എന്താണ് പാട്ട് പാടുമ്പോൾ നമ്മൾ കാണിച്ചിരുന്നത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ഈ പറയുന്ന ഇന്നത്തെ കാലത്തേക്ക് എത്തുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന ഉടുപ്പ് ഊരിയിട്ട് അതിട്ട് കറക്കിക്കൊണ്ട് അത് പെൺകുട്ടികളല്ലല്ലോ കാണിക്കുന്നത്, ആൺകുട്ടികളല്ലേ ഇത് ചെയ്തതെന്ന് പറയുന്നത്. ഇനി പെൺകുട്ടികൾ ചിലപ്പോൾ അവരുടെ ഷോൾ എടുത്തിട്ട് ഊരി എറിയുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കറക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് അത്രയും രീതിക്ക് ആ സംഗീതത്തിന് ഏത് സംഗീതമായാലും അതിനെ ആസ്വദിക്കുന്നതുകൊണ്ടാണ്. അതിലെ വരികളാണ് പ്രശ്നമാവുന്നതെന്നുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നങ്ങളാണ്. അപ്പം അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു പേരിന് ഞാൻ ഒരു ആ പ്രോഗ്രാമാണ് ഞാൻ കേട്ടത്. അതിനകത്ത് വേടൻ വന്നിട്ട് അയ്യങ്കാളി എന്ന് പറയുന്ന സമയത്ത് വില്ലുവണ്ടി സമരം അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അയ്യങ്കാളി എന്ന് പറയുന്ന സമയത്ത് ഒരു പൊതുസമൂഹം മൊത്തത്തിൽ ഒന്നിച്ചു, അത് ന്യൂ ജനറേഷൻ പിള്ളേര് മൊത്തത്തിൽ ഒന്നിച്ചുകൊണ്ട് അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു പേര് തിരിച്ച് ആർത്ത് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മാറ്റത്തിന്റെ കാര്യമാണ്. ഒരു പുരോഗമനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മറയപ്പെട്ടു പോയ അല്ലെങ്കിൽ മറയ്ക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ മുന്നോട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതിനൊരാൾ കാരണക്കാരനായി വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ കഞ്ചാവോളി എന്ന് വിളിച്ച് മാറ്റി നിർത്തുക. ഒരു അബദ്ധം ഒരു വട്ടം പറ്റിയതിന്റെ പേരിൽ അയാൾ കൃത്യമായിട്ട് പറയും എനിക്ക് നല്ലത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ആ ഒറ്റ വട്ടത്തേക്ക് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാതെ പൂർണ്ണമായിട്ട് ഇല്ല. നമ്മളെപ്പോഴും സമൂഹത്തിന് അങ്ങനെയല്ലേ പറയുന്നത്. ഒരാൾക്ക് ഏതെങ്കിലും മധുവിന്റെ കാര്യം എടുത്തു നോക്കൂ. മധുവിന് ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് വിശപ്പിന്റെ ആധിക്യം കൊണ്ട് അയാൾ മോഷ്ടിച്ച ഒരു കാര്യത്തിന് നമ്മുടെ പൊതുസമൂഹം എങ്ങനെയാണ് അയാളോട് പെരുമാറിയത്, അയാൾ ഈ പറയുന്ന അടിച്ചു കൊന്നത് എത്തരത്തിലാണ്, മർദ്ദനമേറ്റ് മരിച്ചത് എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അന്ന് കുറേയധികം ആൾക്കാർ മുന്നോട്ടൊന്ന് മലയാളി സമൂഹം മൊത്തത്തിൽ വന്നിട്ട് പറഞ്ഞു ചെയ്തത് വൃത്തികേടാണെന്ന്. ആ വൃത്തികേട് തന്നെയല്ലേ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. മാറ്റങ്ങൾ വേണ്ടേ, പുരോഗമനം ഉണ്ടാവണ്ടേ, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കേണ്ടതില്ലേ. അപ്പം ഇതിന്റെ അനിവാര്യത ഒന്നും മനസ്സിലാവാതെ ഏതോ ഒരു പഴമയുടെ കാലത്ത് ജീവിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന മാറ്റങ്ങളെ ഒന്നും കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ അവൻ ഒരു വട്ടം കഞ്ചാവ് ഉപയോഗിച്ചു, അതുകൊണ്ട് അവൻ പൂർണ്ണമായിട്ട് കഞ്ചാവോളിയായിട്ട് മാറി, അവനെ പറയുന്ന വാക്കുകൾ ആരും കേൾക്കേണ്ട, ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് അവന്റെ ഒറിജിനെ പോലും ഈ പറഞ്ഞ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പറയുന്ന സമയത്ത് നമ്മുടെ ക്വാളിറ്റി എന്താണ് തരം താഴ്ന്നു പോകുന്നത്, അതിന് എന്തുമാത്രം അസ്തിത്വം ഉണ്ടെന്നുള്ള കാര്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഈ
പറയുന്ന ഒരിക്കൽ കള്ളനായി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതാവസാനം വരെ ഒരാൾ കള്ളനായി ജീവിക്കത്തില്ല. അതിന് സമൂഹമാണ് മുന്നോട്ടിറങ്ങേണ്ടതെന്ന് പറയുന്നത്, മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതെന്ന് പറയുന്നത്, അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാം അവനെ ഇനി തിരുത്താൻ പറ്റില്ലെന്ന്. ഇതല്ല, അയാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു, ഞാൻ തിരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരുത്തുന്ന വഴി നോക്കേണ്ടതാണ്. ഇനി പാർട്ടികളിൽപ്പെട്ട എത്രയോ ആൾക്കാർ ഈ പറഞ്ഞ പെണ്ണ് കേസുകളിൽ പെടുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിനെ ആക്ഷേപിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അതിലപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം നടന്നൊരു പരാമർശം നമുക്കറിയുന്നൊരു കാര്യമാണ്. ഏത് പാർട്ടിയിൽപ്പെട്ട മഹാനാണ് അത്തരത്തിൽ സംസാരിച്ചത്, ഏത് മന്ത്രിയാണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. സൈനിക ചുമതലയിൽ ഇരിക്കുന്ന ഏറ്റവും ഈ പറയുന്ന ധീരയായിട്ടുള്ള ആ വനിതയെ പറഞ്ഞിട്ടുള്ളത് സോഫിയ എന്ന് പറയുന്നത്. അപ്പം അവരെ പറഞ്ഞ കാര്യം അതിനുശേഷം ഈ പറയുന്ന ഇത്രയും വൃത്തികേടുകൾ പറയുന്ന ആൾക്കാരൊക്കെ ആ സ്ഥാനത്തിരിക്കുന്നതിനെതിരെ ഒന്നും സംസാരിക്കാനില്ല, അതിന് നാവില്ല. ഇതിനെക്കുറിച്ച് എന്തിനാണ് ഇത്തരത്തിൽ ഇത്രയും ഈ ഒരു ടെൻഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ കാര്യമുണ്ട്, അത് ഏതൊരാൾക്കും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ലാത്തതുകൊണ്ട് എല്ലാത്തിനെയും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും, ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത എന്ന് പറയും. അപ്പം ഈ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്ക് അതായത് പേടി തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, ഇപ്പം ഈ പറയുന്ന നമ്മുടെ സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷം നടക്കുന്ന മിക്ക പ്രോഗ്രാം അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിലൊക്കെ വേടൻ പങ്കാളിയായിട്ട് വരുന്നു, വേടന് ഭയങ്കരമായിട്ട് പങ്കാളിത്തം കൊടുക്കുന്നു. അതിൻ്റെ ഉള്ളിലുള്ള തോട്ട്സ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്നത്. ആ ഇരട്ടത്താപ്പ് എന്താണെന്ന്, വേടനെ കുടുക്കിയതും അവരെ, ഇപ്പം വേടനെ പുകഴ്ത്തുന്നതും അവരെ, വേടനെ താങ്ങുന്നതും അവരെ, എപ്പോഴാണ് കൊണ്ടിടുന്നതെന്ന് അറിയത്തില്ല. ഒറ്റ കാര്യമുള്ളൂ, വേടനെ കിട്ടുന്ന ആ ഒരു പിന്തുണ എന്ന് പറയുന്നത് അവരെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേടൻ കൂടെ കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് മാറാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതാണ് നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആരും ഇവിടില്ല. എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്സിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിലപ്പുറത്തേക്ക് നല്ല പാതയിലൂടെ സഞ്ചരിക്കുന്ന കുറച്ചാൾക്കാർ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിരിക്കും. അതിലപ്പുറത്തേക്ക് ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന സമയത്ത് ഒരു ഇതുണ്ടാവും, ഇതിൻ്റെയൊക്കെയാണോ ഈ തിരിച്ചടി സംസാരം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. വേടൻ ആരെയൊക്കെ ഈ പറയുന്ന പഴി പറയുന്നു, ആ പഴി പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പം തിരിച്ചു പറയുന്നു. തെറ്റായിട്ടുള്ള പ്രവൃത്തി ആര് പറഞ്ഞു കഴിഞ്ഞാലും ആര് ചെയ്തു കഴിഞ്ഞാലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേടനെയൊക്കെ പറയുന്ന സമയത്ത് ഈ ശശികല എന്ന് പറയുന്ന വ്യക്തി മറന്നു പോകുന്ന പ്രതികരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എത്ര സംസാരിച്ചു എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഒരു സ്ത്രീ ആക്ഷേപിക്കപ്പെട്ടത് പേരൂർക്കടയിൽ എത്ര സംസാരിച്ചു, ഇതുപോലെ എത്രത്തോളം ഗീർവാണോ അടിച്ചു എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് കാലം മുമ്പ് നവീൻ ബാബു എന്ന് പറയുന്നൊരു ADM മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആത്മഹത്യ എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തേ പറയുന്നില്ല അതിനെക്കുറിച്ച്? അതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് NOC ആയിട്ട് ബന്ധപ്പെട്ട് പെട്രോൾ പമ്പുകളുടെ കണക്കെടുപ്പ്, സർവേ അല്ലെങ്കിൽ ബാക്കി കണക്കുകൾ, ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളെന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇടപെടുന്നില്ല? എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ ഓരോ ദിവസവും തെരുവ് നായ്ക്കളുടെ ശല്യം അല്ലെങ്കിൽ അത് പേവിഷബാധ ഏറ്റ് മരിക്കുന്ന കുട്ടികളുടെ, വയസ്സായ ആൾക്കാരുടെ ഒരുപാട് കണക്കുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട്. അതിൽ വാക്സിൻ പോലും ഫലപ്രദമല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തേ സംസാരിക്കുന്നില്ല? നിങ്ങൾ കൂടുന്ന പൊതുനിരത്തിൽ 4-5 പട്ടികൾ ഒത്തുകൂടി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, എല്ലാവർക്കും തീരും ഈ പറഞ്ഞ പേവിഷബാധ. എന്തേ അതൊന്നും വിഷയമല്ലേ സംസാരിക്കാൻ? വേടൻ്റെ പാട്ടാണോ ഇത്ര വലിയ വിഷയം എന്ന് പറയുന്നത്? അപ്പം വേടനെ പിന്തുണയുമായി നിൽക്കുന്ന സർക്കാർ ചിലപ്പം ഈ പറയുന്ന അത്രയും ആൾക്കാർ വീണ്ടും സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. ഇതൊക്കെ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പോരടിയുടെ ഫലം മാത്രമാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ജാതിയെ മൊത്തത്തിൽ പറഞ്ഞ് ആക്ഷേപിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഇവർക്കുള്ളയൊക്കെ പേരിൽ ഒരുപാട് കേസുകൾ കാണും. അതിലൊരു കേസും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പുത്തരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇരുന്ന പൊസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ചിന്തിക്കണം. ഒരു അധ്യാപിക എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളിൽ തിന്മയുണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അടി കൂടി കഴിഞ്ഞാൽ കൃത്യമായി എടുത്ത് അവരിൽ ചേരിതിരിവ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിങ്ങൾ സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആൾക്കാരാണ് അധ്യാപകർ. അപ്പോൾ ആ പൊസിഷനിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പം ഭയങ്കരമായിട്ടുള്ള ഒരു അമർഷം ഉണ്ടാവും, അതിലപ്പുറത്തേക്ക് ഒരു വെറുപ്പുണ്ടാവും. ഇതൊക്കെ എല്ലാ ആൾക്കാരും പ്രകടിപ്പിക്കും, അത് സ്വാഭാവികമാണ്.